നമസ്കാരം, ഫുറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാൽദ്വീപിന് അനുകൂലമായ ഇടപെടലുമായി ചൈന രംഗത്ത്. മാൽദ്വീപിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്നുവെന്ന പ്രസ്താവനയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ചൈന സന്ദർശനം തുടരുന്ന വേളയിലാണ് ചൈനയിൽ നിന്ന് സുപ്രധാനമായ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് മുയിസു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ചൈനയുടെ പ്രസ്താവനയും എത്തിയത്. ചൈനയിലെ ഉന്നത നേതാക്കളുമായി മുയിസു നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവന പുറത്തുവന്നത്. തങ്ങളുടെ പ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പരസ്പരം ശക്തമായി പിന്തുണയ്ക്കുന്നത് തുടരാൻ ചൈനയും മാൽദ്വീപും സമ്മതിക്കുന്നുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. മാൽദ്വീപിന്റെ ദേശീയ പരമാധികാരവും സ്വാതന്ത്ര്യവും ദേശീയ അന്തസ്സും നിലനിർത്തുന്നതിൽ ചൈന ശക്തമായി പിന്തുണയ്ക്കുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാൽദ്വീപിന്റെ ദേശീയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വികസനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് മാത്രമല്ല, മാൽദ്വീപിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലിനെ ശക്തമായി എതിർക്കുന്നുവെന്നും ചൈന വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ അടുത്തിടെ മാൽദ്വീപിലെ 3 മന്ത്രിമാർ അഭിപ്രായ പ്രകടനം നടത്തിയ സംഭവം ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ വിവാദ പ്രസ്താവന നടത്തിയ 3 മന്ത്രിമാരെയും മാൽദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതിന് പിന്നാലെ മുയിസു ചൈന സന്ദർശിക്കാൻ പോകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനയും മാൽദ്വീപും സംയുക്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചൈനയോട് ആഭിമുഖ്യം കാണിക്കുന്ന നേതാവാണെന്ന വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഏക ചൈന തത്വത്തോടുള്ള തങ്ങളുടെ ദൃഢത പ്രകടിപ്പിക്കുന്നതായും മാൽദ്വീപ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സർക്കാരാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ചൈനയെ പ്രതിനിധീകരിക്കുന്നത്. തായ്വാൻ ചൈനയുടെ പ്രദേശത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. ചൈനയുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും തകർക്കുന്ന ഏതെങ്കിലും പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ മാൽദ്വീപ് എതിർക്കുന്നു. എല്ലാ തായ്വാൻ സ്വാതന്ത്ര്യ വിഘടനവാദ പ്രവർത്തനങ്ങളെയും മാൽദ്വീപ് എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. തായ്വാനുമായി ഒരു തരത്തിലുള്ള ഔദ്യോഗിക ബന്ധവും തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും മാൽദ്വീപ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യമായ ഇടപെടലിനെ മാൽദ്വീപ് എതിർക്കുന്നുവെന്നും ദേശീയ പുനരേകീകരണം കൈവരിക്കാൻ ചൈന നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുയിസുവും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ചൈനയും മാൽദ്വീപും ബുധനാഴ്ച 20 കരാറുകളിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുണ്ട്. മാൽദ്വീപിലെ ചൈനീസ് വിനോദസഞ്ചാരികളെ വർദ്ധിപ്പിക്കുന്നതിനായി ടൂറിസം മേഖലയിലുള്ള സഹകരണം കരാറിൽ ഉൾപ്പെടുന്നു. മാൽദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ ചൈന ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാൽദ്വീപിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പട്ടികയിൽ 1ാമതെത്തിയിരുന്നു. ഇന്ത്യക്ക് പിന്നീട് റഷ്യക്കാണ് 2ാം സ്ഥാനം.